കിരികിരാന്ന് വെച്ചേക്കുന്നില്ലേ? ഇന്നിതാണ് നല്ലൊരു നെയ്പ്പത്തലാണ് ഉണ്ടാക്കുന്നത്. അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാമല്ലോ ഒന്ന്. ഇത് പച്ചരി ഇന്നലെ രാത്രി പൊതിരാൻ വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് ദോശക്കെല്ലാം അരക്കുന്ന പോലെയല്ല, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഈ അരി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിനെ. ഇത് ഈ ഒരു തരിതരിപ്പിൽ നമ്മളൊരു പുട്ടുപൊടിയെല്ലാം ഉണ്ടാവില്ലേ, ആ ഒരു തരിതരിപ്പിലാണ് അരച്ചെടുത്തിട്ടില്ലേ. തേങ്ങ ഒരു പിടി തേങ്ങയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിന്. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുക്കുകയോ വേണ്ടു. ഈ ജീരകവും തേങ്ങയിലും ഇങ്ങനെ കടിക്കാൻ കിട്ടണം. ആ ഒരു ഇതിൽ ഒന്ന് ചതച്ചെടുക്കുക, അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊരു ബോണിയിലേക്ക് ഒഴിച്ച് കൊടുത്തിനെ. കുറച്ച് വെള്ളം ഒഴിച്ചിന്, ഞാൻ അധികം ഒഴിച്ച് കൊടുത്തിന്. ഉപ്പിട്ട് കൊടുത്തിന്. ഇതിൽ ഒന്ന് ഇളക്കി ഉപ്പ് പാകാന്നോന്ന് നോക്കുക. കുറച്ച് മുന്നോട്ട് നിൽക്കണേ ഉപ്പ്. നമ്മൾ ഇതിൽ അരിപ്പൊടി ഇടുമ്പോൾ ഉപ്പില്ലാത്ത പോലെ തോന്നും. അരിപ്പൊടി ഇട്ട് കൊടുത്തിനെ. ഇത് പത്തിരിയിലാക്കുന്ന നൂൽപുട്ടലാക്കുന്ന നൈസ് പൊടിയാണ്. ഇത് കുറച്ച് വെള്ളം അധികം കുടിക്കും. നല്ലോണം നമ്മൾ ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് രണ്ടാമതും ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തി മാവിൻ്റെയും പത്തിരി മാവെല്ലാം കുഴക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഈ മാവ് വേണ്ടത്. കുഴച്ച് വരുമ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ലൂസാണ്. ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന വിധത്തിലാണ് വേണ്ടത്. നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പരത്താൻ പറ്റണം, കയ്യിലൊട്ടി പിടിക്കാതെ ഇങ്ങനെ കിട്ടണം. ആ ഒരു വിധത്തിലാണ് കുഴക്കേണ്ടത്. ജീരകമൊന്നും അരിഞ്ഞു പോയിട്ടില്ല, അതല്ല അതുപോലെ തന്നെ ഉണ്ട്. കണ്ടോ? ഇനി ഇത് നല്ലോണം ഒന്നും കൂടി നല്ല കുഴച്ചെടുക്കുന്നുണ്ട്. അരിപ്പൊടി ആയാലും ചപ്പാത്തി മാവിന് വയ്ക്കുന്നതാണെങ്കിലും ആമിക്ക് ഉണ്ട വേണം അല്ലേ? എന്തിനാ ഇത് ആക്കിക്കോ. ചപ്പാത്തി ആയാ? ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ചൂടാവാൻ വെച്ചിനെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിനെ കേട്ടോ. നമുക്ക് ഈ വാഴയിലയിൽ പരത്തിയിട്ട് എണ്ണയിലേക്ക് എടുത്തിടാം. ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഉണ്ട. കയ്യിൽ വെച്ചിട്ട് പരത്തുവെല്ലാം ചെയ്യാം. എനിക്കിതാണ് എളുപ്പം. ഒരു വട്ടത്തിൽ, ഒരു പൂരീൻ്റെ വട്ടത്തിൽ, ചെറിയൊരു പൂരിയില്ല, അതിൻ്റെ ഒരു വട്ടത്തിൽ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
വാഴയിലയിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുത്താലേ ഇതിങ്ങനെ എടുക്കാൻ പറ്റൂലേ. പരത്തുന്നതിന് മുന്നേ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നല്ലോണം തിളച്ച് പൊന്തി വരിക. അന്നേരം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഒന്ന് തിരിച്ചിടാം. ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. എന്നിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തേത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊന്തി വരുന്നുണ്ടോ? ഇതും അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിടാം. അതാകുമ്പോഴത്തേനും നമുക്ക് ഇലയിൽ അടുത്ത ഉണ്ട പരത്തി വെക്കാം. എണ്ണ പരത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കിത് തിരിച്ചിടാം. ഇങ്ങനെ ചുട്ടെടുക്കണേ. പിന്നെ ഈ ഒരു കളറ് ചിക്കൻ കറീൻ്റെ കൂടെ സൂപ്പറാണ്.